തരൂർ ഒരിക്കലും ഒരു കോമാളിയല്ല, പക്ഷെ അതിബുദ്ധിമാനാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. കോൺഗ്രസിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളായി, ഒരു തരത്തിൽ കോൺഗ്രസിന്റെ മുഖമുദ്രകളിൽ ഒരാളായി നിന്ന തരൂർ ബി.ജെ.പിക്ക് അനുകൂലമായി ഇടയ്ക്കിടെ വാക്കുമാറ്റുന്ന കാഴ്ച ഇപ്പോൾ എല്ലാവർക്കും നിത്യസംഭവമായി മാറുകയാണ്. ഉച്ചകോടിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമാകുമ്പോൾ ശശി തരൂർ എംപിയുടെ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഉച്ചകോടിയുടെ നടത്തിപ്പിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ വിമർശനം തുടരുന്നതിനിടെ ഉച്ചകോടി മികച്ചത് എന്ന വിലയിരുത്തലുമായി തരൂർ മുന്നോട്ട് വന്നത് പാർട്ടിക്കുള്ളിലും പുറത്തും സംശയങ്ങൾ ഉയർത്തുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഉച്ചകോടിയുടെ സംഘാടനത്തിലെ പാളിച്ചകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, വിദേശ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഗാൽഗോറിയസ് യൂണിവേഴ്സിറ്റി പ്രദർശിപ്പിച്ച ചൈനീസ് റോബോ നായയെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിക്കുമ്പോഴാണ് തരൂരിന്റെ പിന്തുണ ശ്രദ്ധേയമാകുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പൊതുവേദിയിൽ പറയുന്നത് രാഷ്ട്രീയപരമായി വലിയ അഭ്യൂഹങ്ങളാണ് പടർത്തുന്നത്. തരൂർ ഏറെക്കാലമായി കോൺഗ്രസിലെ സ്വതന്ത്ര സ്വരമായി അറിയപ്പെടുന്ന നേതാവാണ്. വിദേശകാര്യ, സാമ്പത്തിക, സാങ്കേതിക വിഷയങ്ങളിൽ തുറന്നും വിവേചനാത്മകവുമായ അഭിപ്രായങ്ങൾ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. എന്നാൽ ഇപ്പോഴത്തെ പ്രസ്താവനകൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ വ്യത്യസ്തമായി വായിക്കുന്നു. കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്താനുള്ള സാധ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനം നിലനിർത്താൻ പുതിയ സാധ്യതകൾ തരൂർ തേടുന്നുവോ എന്ന സംശയമാണ് അതിൽ പ്രധാനം. ഇത്തരം ചർച്ചകൾക്ക് ശക്തി നൽകുന്നത് കേന്ദ്രത്തിൽ അധികാരം കൈവശം വയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുമായി തരൂർ സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന ആരോപണങ്ങളാണ്. നേരിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളോ പാർട്ടി മാറ്റമോ നടന്നിട്ടില്ല എങ്കിലും സർക്കാർ പദ്ധതികളെ തുറന്ന് അഭിനന്ദിക്കുന്നത്, പ്രത്യേകിച്ച് സ്വന്തം പാർട്ടി അതിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സമയത്ത്, രാഷ്ട്രീയ സന്ദേശം നൽകുന്നതായാണ് ചിലരുടെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ നിലപാട് പാർട്ടി ഐക്യത്തിന് തിരിച്ചടിയാകാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ദേശീയ തലത്തിൽ പ്രതിപക്ഷം ഏകോപിതമായി പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രമുഖ നേതാക്കൾ വ്യത്യസ്ത സന്ദേശം നൽകുന്നത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെയും ജനങ്ങളിലേക്കുള്ള രാഷ്ട്രീയ സിഗ്നലിനെയും ബാധിക്കാം. അതേസമയം മറ്റൊരു വിഭാഗം തരൂരിന്റെ നിലപാട് വ്യത്യസ്തമായി കാണുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകരമായ ഏതൊരു പദ്ധതിയെയും പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി വിലയിരുത്തണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തതെന്നാണ് അവരുടെ വാദം. തരൂർ ബി.ജെ.പിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ വരെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഒതുങ്ങുന്നതാണ്. ഔദ്യോഗിക സൂചനകൾ ഒന്നുമില്ല. എന്നിരുന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർട്ടി മാറ്റങ്ങളും തന്ത്രപരമായ കൂട്ടുകെട്ടുകളും അപൂർവമല്ലാത്തതിനാൽ ഇത്തരം ചർച്ചകൾ പൂർണ്ണമായും അവഗണിക്കാനാവില്ല. ദേശീയ തലത്തിൽ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവിയും സ്വാധീനവും നിലനിർത്താൻ നേതാക്കൾ വ്യത്യസ്ത വഴികൾ തേടുന്നത് സ്വാഭാവികമാണെന്ന വിലയിരുത്തലും ഉണ്ട്. ഉച്ചകോടിയെ ചൊല്ലിയ വിവാദം ഒരു പരിപാടിയുടെ വിജയ പരാജയത്തെക്കാൾ വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴിമാറിയിരിക്കുകയാണ് തരൂരിന്റെ ഈ പ്രസ്താവനയോടെ. തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ ഭാവി തന്ത്രങ്ങൾ, ബി.ജെ.പിയുടെ രാഷ്ട്രീയ വ്യാപ്തി എല്ലാം ചേർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ കണക്കുകൂട്ടലുകൾക്ക് കാരണമായിട്ടുണ്ട്. വരാനിരിക്കുന്ന മാസങ്ങളിൽ തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താകുമെന്നത് കോൺഗ്രസിനും ബി.ജെ.പിക്കും ഒരുപോലെ ശ്രദ്ധേയമായ ചോദ്യമായി തുടരുമെന്നതിൽ സംശയമില്ല.